നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പെരുമഴയിൽ നെഞ്ചുരുകുകയാണ് കേരളത്തിൻ്റെ. വയനാട് വലിയൊരു ദുരന്ത ചിത്രമായി നിലകൊള്ളുന്നു. നാടെങ്ങും വെള്ളക്കെട്ടിലാണ്. വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരിശോധിക്കാം വീണയൻ ന്യൂസ് തലക്കെട്ടുകളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. പെരുമഴയിൽ നെഞ്ചുലഞ്ഞ കേരളം. സംസ്ഥാനത്തെ നടുക്കി വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ. മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി ഭയാശങ്ക. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ നേതൃത്വത്തിൽ സാഹസിക രക്ഷാ പ്രവർത്തനം. മുണ്ടക്കൈയിലെ ഭൂരിഭാഗം വീടുകളിലും ഒലിച്ചുപോയി. പ്രധാന പാലം തകർന്നു. 2 ദിനം ഔദ്യോഗിക ദുഃഖാചരണം. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. സർക്കാർ നിശ്ചയിച്ച പൊതുചടങ്ങുകൾ മാറ്റിവെച്ചു. വലിയ വേദനാജനകമായ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രഖ്യാപനം. പെരുമഴയിൽ മലക്കപ്പാറയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അമ്മയും മകളും മരണമടഞ്ഞു. ഷോളയാർ ഡാമിനു സമീപം ചെക്ക് പോസ്റ്റിനടുത്ത് മുക്കു റോഡിലാണ് സംഭവം. 45-കാരി രാജേശ്വരി, മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് ദുരന്തത്തിനിരയായത്. ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ദുരന്തം. രാജേശ്വരിയുടെ കയ്യെ മണ്ണിന് മുകളിൽ ഉയർന്നു നിന്നതോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കനത്ത മഴയ്ക്കിടെ കോലഴിയിൽ വൻ അപകടം. ഗാന്ധിനഗറിനു സമീപം പീച്ചി കനാലിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരണമടഞ്ഞു. 4 പേർക്ക് പരിക്ക്. മറിഞ്ഞത് നിറയെ വെള്ളമുള്ള കനാലിലേക്ക്. കനാൽ ബണ്ടിലൂടെ പോകുമ്പോൾ വശം ഇടിഞ്ഞതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ഒഴിവായത് വൻ ദുരന്തം. വടക്കാഞ്ചേരി അകമലവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. റെയിൽപാളത്തിലേക്ക് മണ്ണും കല്ലും വലിയ തോതിൽ ഇരച്ചെത്തി. ഷൊർണൂർ തൃശൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറി. അകമലയിലെ മണ്ണ് നീക്കിയത് പാളത്തിൽ മണ്ണ് മാന്തി യന്ത്രമെത്തിച്ച്. പേമാരിയിൽ വിറങ്ങലിച്ച് വടക്കാഞ്ചേരി. സാഗര സമാനം നാട്. വാഴാനി ഡാം 440 സെന്റിമീറ്റർ തുറന്നു. വടക്കാഞ്ചേരി പട്ടണമടക്കം വെള്ളത്തിൽ മുങ്ങി. ദേശീയ ദുരന്ത പ്രതികരണ സേന വടക്കാഞ്ചേരിയിൽ. വടക്കാഞ്ചേരി ശിവക്ഷേത്രവും ഉത്രാളിക്കാവ് ക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങി. മച്ചാട് താണിക്കുടം റോഡിൽ കരുമത്ര പുന്നമ്പറമ്പ് പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. ഇരട്ടക്കുളങ്ങരയിൽ കുന്നിടിഞ്ഞ് 5 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. മാരാത്തുകുന്ന് ചിറ റോഡിൽ ഉരുൾപൊട്ടിയതായി സംശയം. നിരവധി വീടുകളുടെ മതിലുകൾ തകർന്നു. വാഹനങ്ങൾ വെള്ളക്കെട്ടിലായി. ആശുപത്രികളിൽ വെള്ളം കയറി. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ശമനമില്ലാത്ത മഴയിൽ അവളൂർ പഞ്ചായത്തിലും കൊടിയ ദുരിതം. നിരവധി വീടുകളിൽ വെള്ളം കയറി. വരടിയം ഗവൺമെന്റ് UP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 85 കുടുംബങ്ങളിലെ 200ഓളം പേർ ക്യാമ്പിൽ. തഹസിൽദാർ സന്ദീപിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ക്യാമ്പിൽ സന്ദർശനം നടത്തി. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് നടപടി. ബുധനാഴ്ചയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ലെന്ന് കളക്ടർ. PSC പരീക്ഷകൾ മാറ്റിവെച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂരടക്കം 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ 2 ദിനം കൂടി അതിശക്തമായ മഴ. മൺസൂൺ പാത്തി സജീവമായി തുടരുന്നു. കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി. ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക്.
സംസ്ഥാനത്ത് തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡ് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപനം. ക്ഷേമനിധി ബോർഡിനെ നവീകരിക്കുമെന്നും മന്ത്രി. കനത്ത മഴയിൽ വടക്കാഞ്ചേരി BSNL ഓഫീസിൽ കുടുങ്ങി ജീവനക്കാർ. ഡിങ്കി ബോട്ട് തുഴഞ്ഞെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ. സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ച് മികച്ച സേവനം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. 52-കാരനെ മരണം വരെ ജയിൽ ശിക്ഷ വിധിച്ച് കുന്നുംകുളം പോക്സോ കോടതി. പുന്നയൂർക്കുളം പരൂർ സ്വദേശി ജമാലുദ്ദീനെയാണ് ശിക്ഷിച്ചത്. 4 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ഉത്തരവ്. കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ സമാന കേസിലും പ്രതിയായി മധ്യവയസ്കൻ.